ഹായ് ഹലോ വെൽക്കം ബാക്ക് അഗൺ വിത്ത് ഇംഗ്ലീഷ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻസ് ആണ് കേട്ടോ. സോ എല്ലാവർക്കും കുട്ടികൾക്ക് എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ ഭയങ്കര ടഫായിട്ടുള്ളൊരു ടോപ്പിക്കാണ് എന്ത് ടെൻസ്. സോ ഈ ഒരു വെക്കേഷനിൽ കുറച്ച് സമയം നമുക്ക് ഇതിനായിട്ട് മാറ്റി വയ്ക്കാം, ടെൻസിനായിട്ട്. സോ നമുക്ക് ഓൾറെഡി അറിയാം there are 3 types of tense in English. ഏതൊക്കെയാണ് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അതിൻ്റെ സബ് ടോപ്പിക്സ് അതായത് സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, ദെൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അങ്ങനെ അതിൻ്റെ ഫോർ പാർട്സ് ആയിട്ട് അങ്ങനെ നമുക്ക് 12 ടെൻസ് ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ട്. പക്ഷേ അതൊന്നും കേട്ട് പേടിക്കേണ്ട. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ പ്രസൻറ്റ് ടെൻസ് മാത്രം. നമ്മളിന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ ഒരു ക്ലാസ്സോട് കൂടി നിങ്ങളുടെ ഡൗട്ടൊക്കെ തീരും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇന്ന് പ്രസൻറ്റ് ടെൻസ് മാത്രം എടുത്ത് പഠിക്കാൻ പോകണം. ഓക്കെ, നമുക്കിപ്പോൾ നോക്കാം ടെൻസ്. സോ പ്രസൻറ്റ് ടെൻസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർത്തമാനകാലം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ അതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഫോർമാറ്റ് എന്താ? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. സിമ്പിളാണ്. അതായത് സബ്ജക്റ്റ് ഇപ്പോൾ എന്നോട് ആരെങ്കിലും എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? ഐ സബ്ജക്റ്റ് എഴുതി ഐ ടീച്ച് ഇംഗ്ലീഷ്. സോ ഇവിടെ ഒന്നുമില്ല, നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്യുക, ദെൻ ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്തു, ദെൻ ഒബ്ജക്റ്റ്. അത്രയേ ഉള്ളൂ. അത് ഇവിടെ നമുക്ക് എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഹീ, ഷീ, ഇറ്റിൻ്റെ കൂടെയൊക്കെ ഇറ്റൊക്കെ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ചേർക്കണം. നമ്മളതുപോലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് ഹാബിച്വൽ ആക്ഷൻസ്, അതായത് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെയും അതുപോലെ യൂണിവേഴ്സൽ ട്രൂത്തിൻ്റെയും ഒക്കെ ഒപ്പമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ എന്താണ് ഫോർമാറ്റ്? സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അതിൽ കാര്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ അതായത് ഹിയോ, ഷിയോ, ഇറ്റൊക്കെ വരുമ്പോൾ വെർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കുക. അതർവൈസ് ഒന്നുമില്ല. ഐ ടീച്ച് ഇംഗ്ലീഷ്, അവിടെ വേറെ ഒന്നുമില്ല. ഐൻ്റെ കൂടെ നമ്മൾ വെറുതെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്തു, ദെൻ ഒബ്ജക്റ്റ്. അത്രയേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇത് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കാം. അപ്പോൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അതുപോലെ തന്നെ നമ്മുടെ പേര് പോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രസീവ് ആക്ഷൻ, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെയാണ് എന്ത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമാറ്റ് എന്താണ്? സബ്ജക്റ്റിൻ്റെ കൂടെ ഈസോ, ആമോ, ആറ് പ്ലസ് വെർബിൻ്റെ ഐ എച്ച് ജി ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. സോ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. ഐ സബ്ജക്റ്റ് യൂസ് ചെയ്തു, ഈസോ, ആമോ, ആറോ എന്തെങ്കിലും യൂസ് ചെയ്തു, ദെൻ വെർബിൻ്റെ കൂടെ ഐ എൻ ജി ഫോം യൂസ് ചെയ്തു, ദെൻ ഇംഗ്ലീഷ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തു. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീ, ഷീ, ഇറ്റിൻ്റെയൊക്കെ ഒപ്പമാണ് നമ്മൾ ഈസി യൂസ് ചെയ്യുന്നത്. ആം എന്നതിൻ്റെ ഒപ്പമാണ്, ഐൻ്റെ ഒപ്പം നമ്മൾ ആം യൂസ് ചെയ്യുന്നുണ്ട്. ആർ യൂസ് ചെയ്യുന്നത് ദേ, വീൻ്റെ ഒക്കെ ഒപ്പമാണ് നമ്മൾ ആർ യൂസ് ചെയ്യുന്നത്. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് പ്രോഗ്രസീവ് ആക്ഷൻ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ഒപ്പമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തേർഡ് വൺ എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു കാര്യം തൊട്ട് മുമ്പ് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞു, ഒരു എക്സ്പീരിയൻസ് പറയാനൊക്കെ ആയിട്ട് ജസ്റ്റ് ഒരു കുറച്ച് മുമ്പ് ഒരു കാര്യം, ഒരു ആക്ഷൻ കഴിഞ്ഞതിനെ നമ്മൾ സൂചിപ്പിക്കാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫോർമാറ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. അതായത് സബ്ജക്റ്റ് ഇപ്പോൾ നമ്മൾ പറയുകയാണ്, സബ്ജക്റ്റ് ഐ എഴുതി, ഹാസ് ഓർ ഹാവ്. അപ്പോൾ അതിൻ്റെ ഒപ്പം എന്താ വരിക? ഐ ഹാവ്. വെർബിൻ്റെ തേർഡ് ഫോം ഐ ഹാവ്. ടീച്ചിൻ്റെ തേർഡ് ഫോം എന്താണ്? ടോട്ട് ഇംഗ്ലീഷ്. I have taught English. I have taught English. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് കംപ്ലീറ്റഡ് ആയ ആക്ഷനെ സൂചിപ്പിക്കാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹാസ് വരുന്നത് എവിടെ എപ്പോഴാണ്? ഐ, യു, വി, ദേൻ്റെ ഒക്കെ ഐ, യു, വി, ദേൻ്റെ ഒക്കെ ഒപ്പമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹാവ് യൂസ് ചെയ്യുന്നത്. ഐ, യു, വി, ദേ. ഓക്കെ, ഐ, യു, വി, ദേ ഇതിൻ്റെയൊക്കെ ഒപ്പം നമ്മൾ ഹാവ് യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ഹീ, ഷീ, ഈറ്റ് എൻ്റെയൊക്കെ ഒപ്പം നമ്മൾ
ഹാസ് യൂസ് ചെയ്യും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോം യൂസ് ചെയ്യുക. എന്ത് ചെയ്യുക? ഒബ്ജക്റ്റ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ? ഹി, പിന്നെ ഹാസ് ഓർ ഹാവ്. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യും? ഹി ഹാസ് വെർബിൻ്റെ തേർഡ് ഫോം. അപ്പോൾ പ്ലേയിൻ്റെ തേർഡ് ഫോം എന്താണ്? പ്ലേഡ്. ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ്. ഓക്കെ, അത്രയേ ഉള്ളൂ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. Then third one is present perfect continuous tense. Present perfect continuous tense. ഇതെന്താണ്? Present perfect continuous tense എന്താ? Subject plus has or have plus been plus വെർബിൻ്റെ ing form plus since or for plus time. അപ്പോൾ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്റ്റിലൊരു ആക്ഷൻ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പാസ്റ്റിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴും അത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ സബ്ജക്റ്റ്, ഇപ്പോൾ ഐ ആണ് സബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ ഐൻ്റെ കൂടെ എന്ത് വന്നു? ഹാവ്. ഐ ഹാവ് ബീൻ ടീച്ചിങ്. വെർബിൻ്റെ കൂടെ ing ഫോം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? സോ ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ്. സിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പോയിന്റ് ഓഫ് ടൈമിനാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നത്. ഫോർ യൂസ് ചെയ്യുന്നത് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ പോയിന്റ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർ നമ്മളൊരു ഇയർ അങ്ങനെ എടുത്ത് പറയാമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സിൻസ് യൂസ് ചെയ്യും. സോ ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് 2020. 2020 മുതൽ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യുന്നത്. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് 2020. ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി ഹാസ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് for 2 years. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈം പറയുകയാണെങ്കിൽ നമ്മൾ സിൻസ് യൂസ് ചെയ്യും. പീരീഡ് ഓഫ് ടൈം പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഫോറും യൂസ് ചെയ്യും. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ്? പാസ്റ്റ് ഒരു ആക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്താണ്? യൂണിവേഴ്സൽ ട്രൂത്ത്, ഹാബിച്വൽ ആക്ഷനൊക്കെ പറയാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫോർമാറ്റ് എന്താണ്? സബ്ജക്റ്റ് എടുക്കുക, വെർബിൻ്റെ ഫസ്റ്റ് ഫോം എടുക്കുക, ഒബ്ജക്റ്റ്, അത്രയേ ഉള്ളൂ. ദെൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ പ്രോഗ്രസീവ് ആക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഈസോ ആമോ ആർ പ്ലസ് വെർബിൻ്റെ ing ഫോം പ്ലസ് ഒബ്ജക്റ്റാണ് എന്ത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ദെൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, അതായത് ജസ്റ്റ് ഒരു കഴിഞ്ഞ കാര്യം പറയാനായിട്ടാണ് എന്താ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫോർമാറ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ദെൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റിലൊരു ആക്ഷൻ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. അതിൻ്റെ ഫോർമാറ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ing ഫോം പ്ലസ് സിൻസ് അല്ലെങ്കിൽ ഫോർ പ്ലസ് ടൈം. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഈ പ്രസൻറ്റ് ടെൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പാസ്റ്റും അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഫ്യൂച്ചർ ടെൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.